അപ്പൊ ഇന്ന് കേരളത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് കേരളത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സഖാക്കന്മാരൊക്കെ പറയുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന അതിഭീകരൻ എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇങ്ങനെ ഒരു കൊടും ക്രിമിനൽ ഉണ്ടായിട്ടില്ല. ഇയാളെ തൂക്കിലേറ്റണമെങ്കിൽ സ്വാഭാവികമായും പരാതി വേണമല്ലോ, പരാതിക്കാർ വേണമല്ലോ. ഇവിടെ പരാതിയുമില്ല, പരാതിക്കാരുമില്ല. ആരൊക്കെയോ എവിടൊക്കെയോ ആരോടൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു, ഒരു തെളിവുമില്ല. എന്നിട്ടും പിണറായിയുടെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. അതായത് ഇവിടുത്തെ ഒരുപാട് സംഭവങ്ങള് പോലീസ് അന്വേഷിക്കാതെ വെറുതെ വിടുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കൊടും പീഡനത്തിനെതിരെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടൊരു അന്വേഷണ സംഘത്തെയൊക്കെ നിയമിച്ചത്. എല്ലാ പ്രഗത്ഭരായ നിയമജ്ഞരും ഏകസ്വരത്തിൽ പറയുന്നു. കഴിഞ്ഞ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് നോക്കി കാണാം. മുൻ റിട്ടയർഡ് SP ജോർജ് ജോസഫ് ഒക്കെ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഇതോട്ടൊരു കാര്യമില്ല, ഇങ്ങനെയല്ല. അതായത് വ്യക്തമായ പരാതിക്കാരില്ലാതെ, പരാതിക്കാർ വ്യക്തമായ മൊഴി കൊടുക്കാതെ ഒരു കേസ് നിലനിൽക്കില്ല. ഇതൊക്കെ ആൾക്കാരുടെ കണ്ണ് പൊടിയിടാൻ വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രഹസനം. ഒരു പരിധിവരെ നമ്മുടെ ഇന്നിറങ്ങിയ മിക്കവാറും പത്രങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കയറി ആക്രമിക്കുന്ന പരിപാടി തൽക്കാലം മാറ്റിവെച്ച് ഇപ്പൊ ദേശാഭിമാനി മാത്രമാണ്. ഇന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഇന്നത്തെ ദേശാഭിമാനി കാണിച്ചേ. ഇതാണ് ഇന്നത്തെ ദേശാഭിമാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ടോപ്പിലെ കാൽഭാഗം പരസ്യമാണ്. അത് കഴിഞ്ഞുള്ള ബാക്കി ഭാഗം മുഴുവനും രാഹുൽ മാങ്കൂട്ടമാണ്. അതായത് ആദ്യത്തെ തലക്കെട്ട് ഇങ്ങനെയാണ്: തീക്കളിയുമായി യൂത്ത് കോൺഗ്രസ്, വധശ്രമത്തിന് 3 പേർ റിമാൻഡിൽ, രാഹുലിനെ സംരക്ഷിക്കാൻ കലാപശ്രമം. ഒരു വാർത്തയാണ്, രാഹുലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കലാപശ്രമം. യഥാർത്ഥത്തിൽ കലാപം നടത്തിയത് DYFIക്കാരായിരുന്നു. നമുക്കൊക്കെ അറിയാലോ. വടകരയില് ഷാഫി പറമ്പിലിനെതിരെ ആക്രോശിച്ചുകൊണ്ട് പാഞ്ഞെടുത്ത തെറിവിളികളുമായി നായെ പട്ടി എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഷാഫി പറമ്പിലിന്റെ പിതാവിനെ വരെ വളരെ അസഭ്യ പദപ്രയോഗം നടത്തിക്കൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ പറയുന്നതാണ് ഈ അന്തംഗമ്മികൾക്ക് ഇത്രയും വെളിവോട്ട് പോയ അന്തംഗമ്മികൾക്ക് വിവരമില്ലാത്തവരാണ്. നമുക്കൊക്കെ എല്ലാവരും സമ്മതിച്ച കാര്യമാണ്. അന്തംഗമ്മികൾ എന്ന് പറയുന്നത് തലക്കകത്ത് ഒരു പുണ്ണാക്കില്ലാത്ത ആൾക്കാരാണെന്ന് ഇവിടുത്തെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത് ഇത്രയും മണ്ടന്മാരാണ് അല്ലെങ്കിൽ ഇത്രയും കഴുതകളാണ് എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ തടയുന്നത് നമുക്ക് മനസ്സിലാക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ എയറിൽ എന്തെല്ലോ ചില അപവാദ പ്രചരണങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. കൃത്യമായി ഏതാണെന്നൊന്നും അറിയില്ല. ഇനി അതിന്റെ പേരിൽ വേണമെങ്കിൽ തടഞ്ഞോട്ടെ, മുദ്രാവാക്യം വിളിച്ചോട്ടെ, ഒക്കെ പറഞ്ഞോട്ടെ. ഇവർക്ക് ഷാഫി പറമ്പിലിനോട് എന്തിനാ ഈ ചൊരുക്കുന്നത്? ഇത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, വടകരയില് ടീച്ചറമ്മയെ കൊണ്ട് മത്സരിപ്പിച്ചിരുന്നല്ലോ. ടീച്ചറമ്മ വടകരയില് ടീച്ചറമ്മ വിചാരിച്ചു ഇരിക്കാണ്ട് എന്ത് ചെയ്യാം, വിജയിച്ചാണ്ട് പോരാം. ടീച്ചറമ്മയുടെ വിജയം അങ്ങനെ എല്ലാവരും ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയും അപ്പോഴാണ് ഷാഫി പറമ്പില് നേരെ പാലക്കാട്ട് നിന്ന് വടകര വന്നിട്ട് മത്സരിക്കുന്നത്. ഷാഫി പറമ്പില് ആദ്യത്തെ വടകരയിൽ കാല് കുത്തിയപ്പം തന്നെ കൃത്യമായി നമുക്ക് മനസ്സിലായിരുന്നു വൻ ഭൂരിപക്ഷത്തിൽ വടകരയിലെ ജനങ്ങൾ ഷാഫി പറമ്പിലിനെ പാർലമെന്റിലേക്ക് വളരെ വ്യക്തമായിരുന്നു. അരിയാരം കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായി നമുക്കറിയാം, വളർന്നു വരുന്ന യുവ നേതാക്കന്മാർക്കിടയിൽ ഒരു ഭാവി മുഖ്യമന്ത്രി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റാവുന്ന ഏറ്റവും നിലപാടുകളുടെ കാര്യത്തിൽ, എന്താ പറയാ, പ്രഭാഷണത്തിന്റെ കാര്യത്തിൽ, പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ എല്ലാറ്റിലും അതീവ എന്താ പറയാ ഊർജ്ജസ്വലനായ ഷാഫി പറമ്പിലിനെ, ഈ ഷാഫി പറമ്പിലിനോട്ടൊക്കെ ഒരുപാട് ക്രഷ് തോന്നുന്ന ഒരുപാട് സ്ത്രീകളും പെൺകുട്ടികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ആ ചെറുപ്പക്കാരനെ എന്താ പറയാ അങ്ങോട്ട് പ്രണയിച്ചു പോകും, അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പോകുന്നേ. കുറ്റം പറഞ്ഞുകൂടാ. കാരണം ആ രീതിയിലാണ് ഷാഫി പറമ്പിലിന്റെ പ്രവർത്തനങ്ങള്, ഷാഫി പറമ്പിലിന്റെ പെരുമാറ്റം, ഷാഫി പറമ്പിലിന്റെ പ്രസംഗങ്ങള്. അങ്ങനെ ഞാൻ പറഞ്ഞോട് വരുന്നത്, ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിച്ചപ്പോൾ 1,15,000 വോട്ടിന്, ചില്ലറ വോട്ടൊന്നും അല്ല കേട്ടോ. ടീച്ചറമ്മ തോറ്റ് തുന്നമ്പാടി ഇവരെ കേരളത്തിൽ നിൽക്കില്ല. ഇമ്മാതിരി നാണം കെട്ട, ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും നാണം കെട്ട തോൽവി എന്ന് പറയുന്നത് ടീച്ചറമ്മയുടെ തോൽവിയായിരുന്നു. ടീച്ചറമ്മ അങ്ങനെയാണ് അവർക്ക് കൊടുത്തൊരു പട്ടം. കോവിഡിന്റെ മറവിൽ കള്ളക്കണക്കുകൾ കൊടുത്തുകൊണ്ട് കേരളത്തിലെ ഒരുപാട് ആൾക്കാരെ ദ്രോഹിച്ച, ഇവിടെ അഴിമതി, PP കിറ്റ് അഴിമതി അറിയാലോ. കോവിഡിന്റെ മറവിൽ
അഴിമതികൾ നടത്തിയ, കോവിഡ് പോലും മഹാമാരി പോലും വിറ്റ് കാശാക്കിയ കെ ശൈലജ എന്താ പറയാ ടീച്ചറമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് വടകരയിൽ പോയി മത്സരിച്ചപ്പോൾ അവസാനം തോറ്റ് തുന്നം പാടി. എമ്മാതിരി തോൽവി, 1.25 ലക്ഷം വോട്ടിന്. അവസാനം ഈ വോട്ടെടുപ്പിന്റെ 2 ദിവസം മുമ്പാണ് ഒരു വ്യാജ സ്ക്രീൻഷോട്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവില്ല, ഒരു വ്യാജ സ്ക്രീൻഷോട്ട് വിവാദം എവിടെ പോയി? പിണറായി വിജയന്റെ പോലീസെ ആദ്യം അതുകൊണ്ട് എടുത്ത് പുറത്തേക്ക് ഹൈക്കോടതിയില് പോലീസ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടും ആവശ്യമായ റിപ്പോർട്ടുകളൊന്നും പോലീസ് സമർപ്പിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കിയത്. ഹൈക്കോടതി പല പ്രാവശ്യം ഈ കേസ് അന്വേഷണം ത്വരിതപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു. പക്ഷെ ആ കേസ് പാതി വഴിയിൽ നിലച്ചു പോയിരിക്കുകയാണ്. പാതി വഴിക്ക് നിലയ്ക്കാൻ കാരണം എന്താണ്? കാരണം ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് മുഴുവൻ ഇടതുപക്ഷക്കാരാണ്, സഖാക്കളാണ്, അന്തംഗമ്മികളാണ് എന്ന് പോലീസ് അന്വേഷണത്തിൽ പിണറായി വിജയന്റെ പോലീസ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി. ഈ വ്യാജ സ്ക്രീൻഷോട്ട്, അതായത് ഇലക്ഷന്റെ തൊട്ടു മുമ്പ് ഈ ഷാഫി പറമ്പിലിനെതിരെ ഒരു വർഗീയത ആളി കത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ടീച്ചറമ്മയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ അന്തംഗമ്മികള്, ഇവിടുത്തെ സഖാക്കള്, CPM-കാര്, പച്ച വർഗീയത കളിക്കുന്ന CPM-കാര് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും ലജ്ജാകരമായ ഒരു ഏർപ്പാടാണ് ഇവർ ചെയ്തത്. ഒരു വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കുന്നു. എന്നിട്ട് ഇത് പാവപ്പെട്ട ഒരു മുസ്ലിം യൂത്ത് നേതാവിന്റെ, ഒരു മുസ്ലിം യൂത്ത് ലീഗ് നേതാവിന്റെ പേരിലാണ് ഇത് ഇവർ പ്രചരിപ്പിച്ചത് ഈ അന്തംഗമ്മികൾ. റിബേഷ് എന്ന് പറയുന്ന ഒരു സഖാവാണ് അത്ര ഇത് ഉണ്ടാക്കിയത്. ഇതൊക്കെ പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞതാണ്. ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല. പോലീസ് അന്വേഷണത്തിൽ തെളിയുകയും ഹൈക്കോടതിയിലൊക്കെ റിപ്പോർട്ടൊക്കെ സമർപ്പിക്കുകയും ചെയ്ത കാര്യമാണ്. റിബേഷ് എന്ന് പറയുന്ന സഖാവ് ഉണ്ടാക്കിയ വ്യാജ സ്ക്രീൻഷോട്ടാണ് കേട്ടോ. അതായത് ടീച്ചറമ്മ കെ ശൈലജ കാഫിറാണ്, 5 നേരം നിസ്കരിക്കുന്ന നമ്മുടെ എന്താ പറയാ നല്ല വർക്കത്തുള്ള ചെക്കനാണ് നമ്മുടെ ഷാഫി പറമ്പിൽ, അതുകൊണ്ട് ഷാഫി പറമ്പിൽ വോട്ട് ചെയ്യണമെന്ന് മറ്റൊരു പറയാണ്. എന്ന് പറഞ്ഞാൽ ഷാഫി പറമ്പിൽ ശ്രമിക്കുന്നത് വർഗീയത വളർത്താനാണ് എന്ന് ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഇവരുണ്ടാക്കിയ, പണ്ട് നമുക്കറിയാലോ ടി പി ചന്ദ്രശേഖരനെ 51 വെട്ടി കൊന്ന ശേഷം മാഷാള്ള സ്റ്റിക്കർ ഒടിച്ച ഒരു ഇന്നോവ കാറിന്റെ കാര്യം നമുക്കറിയാലോ. എന്ന് പറഞ്ഞാൽ ഇവര് ആ രീതിയിലുള്ള കള്ളത്തരങ്ങള്, അങ്ങനെ ആ സ്ക്രീൻഷോട്ട്, ഇവരുണ്ടാക്കിയ സ്ക്രീൻഷോട്ട് ഇവരുടെ എന്താ പറയാ റെഡ് എൻകൗണ്ടേഴ്സ്, അങ്ങനെയൊക്കെയാണ് ഈ പേര്. റെഡ് എൻകൗണ്ടേഴ്സ് എന്ന് പറയുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ആദ്യം പ്രചരിപ്പിച്ചത്. പിന്നെ അത് റെഡ് ബറ്റാലിയനിലേക്ക് ഇവര് എന്താ പറയാ റെഡ് ബറ്റാലിയനിൽ അത് പ്രചരിപ്പിച്ചു. പിന്നെ അമ്പാടി മുക്ക് സഖാക്കൾ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഇത് പ്രചരിപ്പിച്ചു. പിന്നീടാണ് നമ്മുടെ എന്താണ് പറയാ മറ്റേ ഷാജി ഉണ്ടല്ലോ, എന്താ വെച്ചാൽ പോരാളി ഷാജിയുടെ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന റെഡ് ബറ്റാലിയനും റെഡ് എൻകൗണ്ടേഴ്സും പോരാളി ഷാജിയും അമ്പാടി മുക്കും ഒക്കെ സഖാക്കളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ്. ഇതിലാണ് ഇവര് പ്രചരിപ്പിച്ചത്. എന്നിട്ട് ഇത് യൂത്ത് ലീഗുകാരൻ ഉണ്ടാക്കിയെന്ന് ഒരു കള്ള കേസും ഇവർ കൊടുത്തു. അതാണ് ഒരു കള്ള കേസ് കൊടുത്തത്. ഇത് യൂത്ത് ലീഗുകാരനാണ് ഉണ്ടാക്കിയെന്ന്. പാവ യൂത്ത് ലീഗുകാരൻ പോയി കണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞത് എന്റെ ഫോണൊക്കെ പിടിച്ചോളി, ഞാൻ അങ്ങനെ ഒരു സാധനം അറിയില്ല, ഇതാ ഫോണൊക്കെ നോക്കിക്കോളി എന്ന് പറഞ്ഞ ഇയാള്. അവസാനമാണ് ഇയാളുടെ ഫോണിലൊന്നും ഇല്ല, ഇയാളല്ല. അവസാനം അന്വേഷണം നടത്തിയപ്പോഴാണ് ഇത് ചെയ്തത് മുഴുവൻ ഈ പറയുന്ന ശൈലജ ടീച്ചർ ജയിപ്പിക്കാൻ ഈ ഷാഫി പറമ്പിൽ വർഗീയവാദിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഈ CPM ചെറ്റകൾ ചെയ്ത ചെറ്റത്തരം. അതല്ലാതെ പിന്നെ എന്താ പറയാ? ഇതിനേക്കാൾ മനോഹരമായി സംസാരിക്കാൻ എനിക്ക് അറിയില്ല. കാരണം ഇത് തെമ്മാടിത്തരം ചെറ്റത്തരം എന്നല്ലാതെ പിന്നെ ഇതിനെന്താ പറയാ? ഇമ്മാതിരി തോന്നിയാസം ചെയ്യുന്ന CPM-കാർ, ഇവർക്ക് ഷാഫി പറമ്പിൽ 1.25 ലക്ഷം വോട്ടിന് ജയിച്ചപ്പോ ഇവർക്കാകെ കൃമികടി കേറി നിൽക്കുകയാണ്. വടകരയിൽ മക്കളെ നിങ്ങൾക്ക് ഒരു കാര്യത്തിലും രക്ഷപ്പെടില്ല. ടി.പി. ചന്ദ്രശേഖരനെ നിങ്ങൾ 51 വെട്ടി കൊന്നില്ലേ, ആ ധീരനായ വിപ്ലവകാരിയെ. എന്നിട്ട് വടകരയിൽ നിങ്ങൾക്ക് ഇനിയും ജയിക്കണം അല്ലേ? നിങ്ങൾ തീർന്നു. ഈ 2026 തെരഞ്ഞെടുപ്പോടെ CPM എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, CPM അല്ല, കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കേരള, അതായത് പിണറായി വിജയന്റെ ശിങ്കിടികൾ ഉൾപ്പെടുന്ന ഈ പാർട്ടി, പിണറായി വിജയന്റെ ശിങ്കിടികൾ ഉൾപ്പെടുന്ന CPM എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ തീരുകയാണ്. കാരണം അത്യാവശ്യം വിവരവും ബോധവുമുള്ള ഒരു മനുഷ്യനും ഇനി ഈ പാർട്ടിയിൽ നിൽക്കില്ല. ഏറ്റവും അവസാനത്തേതാണ് വടകരയില് ഈ ഷാഫി പറമ്പിലിനെതിരെ ആക്രോശിച്ച് ചാടുന്നത്. ഏത് സഖാക്കളാണ് ഇതിനെ പിന്തുണയ്ക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ. ഞാൻ ഇത് കേൾക്കുന്ന CPM-നോട് ഏതെങ്കിലും തരത്തിൽ അനുഭാവം പുലർത്തുന്ന നിങ്ങളൊന്ന് പറ, എന്തിന്റെ ബേസിലായിരുന്നു ഈ പറയുന്ന അന്തംഗമ്മികള് DYFI-കാര് ഈ ഷാഫി പറമ്പിൽ തടയാൻ വേണ്ടി പോയത്? DYFI നേതാവ് ആർഷോ, ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ അത് കേൾപ്പിച്ചു നിങ്ങളെ. ഒരു പാവം പെൺകുട്ടി, ഒരു സഖാവ് പറയുന്നു, ആർഷോ ആണ് എന്റെ മാറിൽ പിടിച്ചത്, അതിന്റെ അടയാളം ഇപ്പോഴും ഉണ്ട്, എന്റെ മാറിൽ പിടിച്ചു, എന്നെ അസഭ്യ വാക്കുകൾ പറഞ്ഞു, പെലച്ചീന്ന് എനിക്ക് തന്തയില്ലാത്ത മക്കളുണ്ടാക്കി തരുടി എന്നാണ് പറഞ്ഞത് ഈ ആർഷോ. ആ പെൺകുട്ടിയാണ് പൊതുമധ്യത്തിൽ പറഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ അതിന്റെ ഓഡിയോയിലെ വീഡിയോ കിടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചിരുന്നു. ഈ DYFI നേതാവ് തന്നെ ഏറ്റവും വലിയ സ്ത്രീ പീഡകനാവുമ്പോ
ആ ഈ അന്തംഗമ്മികളാണ്, ഡിവൈഎഫ്ഐക്കാരാണ് ഷാഫി പറമ്പിൽ പോയി തടയുന്നത്. കാരണം എന്താണ്? ഷാഫി പറമ്പിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്നു അത്രേ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഷാഫി പറമ്പിൽ, നമുക്കൊക്കെ അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇല്ലാത്തൊരു ആരോപണം ഇവരിങ്ങനെ ഉന്നയിച്ചു. ഇല്ലാത്ത ആരോപണം, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു അവന്തിക എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ, ഞാൻ പറഞ്ഞു മടുത്തു. അവന്തിക എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടം എന്നോട് എന്നെ ബലാത്സംഗം ചെയ്യട്ടെ എന്ന് ചോദിച്ചത്രേ. നിങ്ങളത് ആലോചിച്ച് നോക്കിയട്ടെ. ഒരു പെൺകുട്ടി, അതായത് 3-4 വർഷം പരസ്പരം ചാറ്റ് ചെയ്ത ഒരു പരിചയമുള്ള വ്യക്തിയോട്, ആദ്യമായിട്ട് കാണല്ലേ കേട്ടോ, ആദ്യമായിട്ട് കാണുകയല്ല. ഈ പറയുന്ന അവന്തികയാണ് രാഹുൽ മാങ്കൂട്ടത്തെ രാഹുൽ മാങ്കൂട്ടത്തോട് ക്രഷ് തോന്നിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ കോണ്ടാക്ട് ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ടേക്ക് വിളിച്ച് അങ്ങോട്ടേക്ക് ചാറ്റ് ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തെ വലയിലാക്കി വഞ്ചിക്കാൻ വേണ്ടിയിട്ട്, എന്താ പറയാ, പൈസ പിടുങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ആളാണ് അവന്തിക എന്ന് അവന്തികയുടെ ഉറ്റ സുഹൃത്തായ അന്ന രാജു കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതും നമ്മൾ കേട്ടതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ. മറ്റൊന്ന് റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന, ഒന്ന് നോക്കിയാട്ടെ, നമുക്ക് കരച്ചിൽ വരട്ടോ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ മുഴുവൻ കാണുന്നത് റിനി ആൻഡ് ജോർജ് ആണ്. റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന, അതായത് തന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന റിനി ആൻഡ് ജോർജ് അർമാദിക്കുകയാണ്, തുള്ളിക്കളിക്കുകയാണ്. ആ റിനി ആൻഡ് ജോർജിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ പാലക്കാട് ശ്രീകണ്ഠൻ പറഞ്ഞത് അർദ്ധ വസ്ത്രം ധരിച്ചത് ശരിയല്ലേ? ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇവരുടെ വസ്ത്രങ്ങൾ കണ്ടാൽ അർദ്ധ വസ്ത്രം ധരിച്ചു എന്നല്ല പറയാ. അർദ്ധ വസ്ത്രം ധരിക്കാൻ ഇവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അർദ്ധവസ്ത്രം ധരിച്ചൂടെ എന്നാണ് ചോദിച്ചു. അർദ്ധവസ്ത്രോ കാൽവസ്ത്രോ ഇനി വസ്ത്രമില്ലാതെയോ ഇവർ നടന്നോട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യം. പക്ഷെ പറയാൻ പാടില്ല എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? അങ്ങനെ പറയാൻ പാടില്ല. അർദ്ധവസ്ത്രം ധരിക്കാം അല്ലെങ്കിൽ കാൽവസ്ത്രം ധരിക്കാം, പക്ഷെ പറയാൻ പാടില്ല. അവസാനം ഇത് സ്ത്രീകളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണല്ലോ. സ്ത്രീകളുടെ അവസാനം മാപ്പ് ചോദിച്ചു, ഖേദം പ്രകടിപ്പിച്ചു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റിപ്പോയി. കാരണം സ്ത്രീകൾ അർദ്ധവസ്ത്രം ധരിച്ചു എന്ന് പറയാൻ പാടില്ല, പക്ഷേ അവർക്ക് അർദ്ധവസ്ത്രം ധരിച്ചു നടക്കാം. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ലൈംഗികമായി തന്നെ ആക്രമിച്ചു, പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്ന ഒരു സ്ത്രീ ഇപ്പം ഈ പൊതുമണ്ഡലത്തിൽ തുള്ളിക്കളിക്കുകയാണ്. ആഹ്ലാദം കൊണ്ട് അവര് നൃത്തം ചെയ്യുകയാണ്. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീകളുടെ അവസ്ഥ. മറ്റൊന്ന് ഇതാണ്, എന്താ പറയാ, ടെലിഫോൺ സംഭാഷണമാണ്. ആ ടെലിഫോൺ സംഭാഷണത്തിൽ ആരാണ് അപ്പുറത്ത്, ആരാണ് ആ സ്ത്രീ എന്നറിയാൻ പറ്റില്ല. ഈ റിപ്പോർട്ടർ ചാനലിലാണ് അത് പുറത്തുവിട്ടത്. റിപ്പോർട്ടർ ചാനലിനെതിരെ ഇപ്പം ലൈംഗിക ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ മൊട്ടപ്പം ഉണ്ടെന്നില്ല എന്നാണ് കേട്ടത്. റിപ്പോർട്ടർ ചാനലിലെ ഒരു മുതിർന്ന പത്രപ്രവർത്തകനെതിരെ അവിടുത്തെ ഒരു പെൺകുട്ടി ലൈംഗിക അധിക്ഷേപ ആരോപണം ഉന്നയിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആരും മോശമല്ല. ഇതൊന്നും പൊതുമണ്ഡലത്തിലിട്ട് അലക്കേണ്ട കാര്യങ്ങളല്ല. ഇവിടെ പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോകുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. നമ്മുടെ സംസ്ഥാനം ആകെ സാമ്പത്തികമായി ആകെ എന്താ പറയാ, ഒരു തരത്തിൽ മുന്നോട്ട് നീങ്ങാനാവാതെ ഏറ്റവും കെടുകാര്യസ്ഥത കൊണ്ട് ദൂർത്തുകൊണ്ട് ഇടതുപക്ഷ മുന്നണി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കഴിഞ്ഞ 10 വർഷം കേരളത്തെ ഭരിച്ച് മുടിപ്പിച്ച അവസ്ഥയിൽ കേരളത്തെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ആരോഗ്യരംഗമാകെ കുത്തഴിഞ്ഞിടുന്നു. വീണ്ടും മെഡിക്കൽ കോളേജിലെ ഒരു ചികിത്സ അനാസ്ഥയെ കുറിച്ച് പത്രങ്ങൾ പറയുന്നു. വീണ ജോർജ് പറയുന്നു അന്വേഷിക്കും. അങ്ങനെയാണല്ലോ. അന്വേഷിക്കും. റിപ്പോർട്ട് വരട്ടെ. എന്ത് റിപ്പോർട്ട്, എന്ത് അന്വേഷണം? ഒരു മണ്ണാങ്കട്ടയും നടക്കുന്നില്ല. ഞങ്ങളുടെ കപ്പൽ മുങ്ങി താഴുകയില്ല സാർ. എത്ര പ്രാവശ്യം ഞാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞത്. കാരണം ഏറ്റവും അപഹാസ്യമായി നിയമസഭയിൽ ഇവരുടെ ഈ കോപ്രായം, ഞങ്ങളുടെ കപ്പൽ ലാടിയുലയുകയില്ല സാർ എന്നൊക്കെയായിരുന്നല്ലോ ഈ അമ്മ പറഞ്ഞത്. ഇങ്ങനെ സർക്കാർ ഇത്രയും കഴിവുകെട്ട ഒരു സർക്കാർ, ഏറ്റവും വൃത്തികെട്ട ഒരു സർക്കാർ, നെറികെട്ട ഒരു സർക്കാർ ഈ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പലതരത്തിലുള്ള അഴിമതികൾ. രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം ഉന്നയിച്ച ഈ അഴിമതി, ആംബുലൻസ് സർവീസിന് കാര്യം 250 കോടിയോളം രൂപ ആരോ ഒന്നിച്ച് വിഴുങ്ങി. ഇങ്ങനെയുള്ള അഴിമതി കഥകൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് ഈ ഒരു കാര്യവുമില്ലാതെ ഒരു ചെറുപ്പക്കാരന്റെ ഏറ്റവും പ്രതീക്ഷയോടെ കേരളം കണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനെ ഈ പൊതുമണ്ഡലത്തിൽ നിർത്തിക്കൊണ്ട് അപഹാസ്യനാക്കുന്ന ഒരു രീതി. അതാണ് ഇപ്പൊ ഇവരെ ഒരു അന്വേഷണ കമ്മീഷൻ, എന്താണ്, പോലീസിലെ ഒരു അന്വേഷണ സംഘത്തെ നിയമിച്ചിരിക്കുന്നത് അത്രേ. അതാണ് ഈ ദേശാഭിമാനി അർമാദിക്കുന്നത് കേട്ടോ. പ്രത്യേക സംഘം അന്വേഷിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ. ഇതുവല്ല ഏറ്റവും വലിയ എന്തൊരു രാജ്യത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയ ഒരു വൻ അഴിമതി സംഭവം പറയുന്ന പോലെയാണ് പ്രത്യേക സംഘം അന്വേഷിക്കും. ഞെട്ടിപ്പോവില്ലേ? എന്താണ് പ്രത്യേക സംഘം അന്വേഷിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഒരു പെൺകുട്ടിക്ക് എന്തോ സന്ദേശം അയച്ചത്രേ. എന്ത് കാര്യം? ഇതൊക്കെ നമുക്ക് എന്ത് കാര്യം? മൂന്നാമതൊരാൾക്കതിൽ എന്ത് കാര്യന്നേ? പിന്നെ ഒരു ഗർഭത്തിന്റെ കഥ. ഗർഭം ഈ രാഹുൽ മാങ്കൂട്ടം സ്പൂണിൽ കോരി ഒഴിക്കുകയാണ്. ഗർഭത്തിന് ഒരു വ്യക്തിക്ക് മാത്രമേ ഗർഭത്തിൽ പങ്കുള്ളൂ.
രാഹുൽ അവളെ ബലാത്സംഗം ചെയ്തു, ബലാത്കാരമായി ആ സ്ത്രീയെ എന്താ പറയാ ഗർഭിണിയാക്കി എന്നൊന്നുമല്ല പറയുന്നത്. ഒരു സ്ത്രീയും പുരുഷനും പരസ്പര സമ്മതത്തോടെ ഇഷ്ടപ്പെടുന്നതും ഇവര് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സ്വാഭാവികമായും സ്ത്രീ ഗർഭിണിയാവും. പെൺകുട്ടികൾ സ്വാഭാവികമായും പഴയ പോലെയല്ല, ഇപ്പൊ ഒരുപാട് നിയന്ത്രണ ഉപാധികളുണ്ട്, അതൊക്കെ അവർ സ്വീകരിക്കും. പൊട്ടകൾക്ക് അല്ലെങ്കിൽ മണ്ടത്തികൾക്ക് സ്വീകരിക്കാൻ അറിയില്ലെങ്കിൽ അവർ ഗർഭിണികളാവും. ഇത് വളരെ സ്വാഭാവിക ഒരു കാര്യമല്ലേ? ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം ഇങ്ങനെ കുറ്റം പറയാ, രാഹുൽ മാങ്കൂട്ടം മാത്രം വിചാരിച്ച പെൺകുട്ടി ഗർഭിണിയാവും. ഇത് നമ്മൾ കേട്ടാല് എന്തോ രാഹുൽ മാങ്കൂട്ടം. കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചത് രാഹുൽ മാങ്കൂട്ടം എന്താണ് സ്പൂണിൽ കോരിയിട്ട് ഇങ്ങനെ ഒഴിക്കായിരുന്നു ചോദിച്ചത്, പെൺകുട്ടി ഉറങ്ങിക്കിടക്കുമ്പോ. ഇതും ഒരുമാതിരി നമ്മളെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഈ ആരോപണങ്ങളാണ് വരുന്നത്. ഇത് വെച്ചിട്ടാണ് പ്രത്യേക സംഘം അന്വേഷിക്കുമെന്നേ. അതിന്റെ വാർത്ത എങ്ങനെയാണ്? ഏറ്റവും രസകരമായ, ഒരുപക്ഷെ ദേശാഭിമാനിയുടെ ഏറ്റവും ഒരു തമാശ വാർത്ത എന്നൊക്കെ വേണം പറയാം. മറ്റു പത്രങ്ങൾ തന്നെ, അതുകൊണ്ട് മറ്റു പത്രങ്ങളൊക്കെ നമ്മൾ ലെൻസ് വെച്ച് നോക്കിയാൽ കാണുന്ന രീതിയിൽ ചെറുതായിട്ട് ഈ വാർത്ത കൊടുത്തിട്ടുള്ളൂ. എല്ലാവർക്കും അറിയാം ഇത് എന്ന് പറഞ്ഞാൽ സഖാക്കന്മാരുടെ തട്ടിപ്പ് പരിപാടിയാണ്. ഇങ്ങനെ ഒരു അന്വേഷണം കൊണ്ട് എവിടെയും ഒരു കാര്യവും ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കാര്യവും മുന്നോട്ട് പോവില്ല. കാരണം പരാതിക്കാരില്ല. സൈബർ വിഭാഗത്തിൽ നിന്നുള്ള വിദഗ്ധൻ, വനിതാ ഉദ്യോഗസ്ഥർ എന്നിവരും സംഘത്തിലുണ്ടാകും. ഇവരുടെ നേതൃത്വത്തിൽ അതിജീവിതകളുടെ വിശദമായ മൊഴിയെടുക്കും. ഈ അതിജീവിതകളുടെ വിശദമായ മൊഴി, ഏതൊക്കെ അതിജീവിതകള്? സാധാരണ രീതിയിൽ അതിജീവിതകളുടെ പേരൊന്നും പറയാൻ പാടില്ലെന്നാണ്. പക്ഷേ ഈ പൊതുമണ്ഡലത്തിലെ അതിജീവിതകൾ ഇങ്ങനെ അർമാദിച്ചുകൊണ്ടിരിക്കുകയാണ്. റിനിയാൻ ജോർജ് എന്ന് പറയുന്ന സിനിമാ നടി എന്ന് പറയപ്പെടുന്ന സിനിമാ നടി റിനിയാൻ ജോർജ്, പിന്നീടാണ് ഈ അവന്തിക എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ, ഒരുപാട് 2 സർക്കാർ ജീവനക്കാരെ ഇത്തരത്തിൽ ഇവർക്ക് ഈ രീതിയിൽ വലവീശി പിടിച്ച് ഇവർക്ക് ഈ രീതിയിലുള്ള മെസ്സേജുകളൊക്കെ അയച്ച് അവർ ആ രീതിയിൽ മെസ്സേജുകൾ തുടർന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചയച്ചപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തി 50,000 രൂപ വീതം 2 പേരിൽ നിന്ന് തട്ടിയെടുത്തു എന്ന് അവന്തികയുടെ ഉറ്റ സുഹൃത്തായ അന്ന രാജു കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞു. ഈ രീതിയിലുള്ള തട്ടിപ്പുകാരിയാണ് ഈ അവന്തിക എന്ന് പറഞ്ഞു. ഈ അവന്തികയാണ് ഇവർ പറയുന്ന അതിജീവിത. പിന്നീട് പറയുന്നത് മുഖമറിയാത്ത, ആരെന്നറിയാത്ത, ഒരു ശബ്ദം മാത്രം നമ്മൾ കേട്ട താൻ ഗർഭിണിയാണ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഈ രാഹുലിനെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ശ്രമിച്ചു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു തരത്തിലുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. പെൺകുട്ടി നമ്മുടെ മുന്നിലില്ല. ഇതൊക്കെ വെച്ചിട്ടാണ് ഇവരെന്ത് ചെയ്യാൻ പോകുന്നത് അറിയോ? രാഹുലിനെ അവിടെ മൂക്കിൽ വലിച്ച് കയറ്റാൻ വേണ്ടി പോകുന്നത്. കഷ്ടം തന്നെ. പിണറായിയുടെ ആഭ്യന്തര വകുപ്പും പിണറായിയുടെ പോലീസും അന്തം കമ്മികളും ഉളുപ്പുണ്ടല്ലോ നിങ്ങൾക്ക്.